റബീഉൽ അവ്വലിന് പുണ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം റബീഉൽ അവ്വൽ ഈ പ്രത്യേക അമൽ ചെയ്യുന്നതിന് പുണ്യമുണ്ടോ ഇല്ലെന്നാണ്. സുന്നികൾ പറയുന്നത് ഈ ദിവസത്തിന് പ്രത്യേക പുണ്യമുണ്ട്, ഇതിന് ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് തന്നെയാണ്. സുന്നികൾക്ക് ഈ ദിവസത്തിൽ റബീഉൽ അവ്വൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല, അത് പിന്നീട് വന്നതാണ് എന്നത് തന്നെയാണ് വാദം. അങ്ങനെ തന്നെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. തങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് സുന്നികൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് കാണിക്കാൻ കഴിയോ? ഇല്ല. എന്തെങ്കിലും കാണിക്കുക? പറഞ്ഞിട്ടില്ല. പറയാൻ കഴിയൂല. ഇവിടെ വിഷയതല്ല അമീറെ, ഈ തൽക്കാലം തിരിച്ചുവിടല്ലേ, ഇവിടെ സമയം പ്രധാനം. എന്താ മുമ്പ് വന്നത്? ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. എവിടെ പറഞ്ഞു വയ്ക്കാവോ പിന്നെ പറഞ്ഞതാണ്, അതെന്നെ പൊളിഞ്ഞു. ദിവസത്തിന് പ്രത്യേകത ഉണ്ട് അതിനേക്കാൾ. പക്ഷെ എവിടെ ഉണ്ട് അത് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ ചെലവ് വെക്കണം. ഇത് നിങ്ങൾ ചെലവ് വെച്ചതാ? ഇത് ഞങ്ങൾ ചെലവ് വെച്ചതാണ്. ഞങ്ങളെ ചെലവിലെ ഈ പരിപാടി നിങ്ങൾ പറഞ്ഞോളി. ഏതായത്തെ ഇനിയിപ്പോ എന്താ അന്ന് ആഘോഷിക്കുന്ന പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോന്നാ? നേരത്തെ വായിച്ചു, ഒന്നുകൂടി വായിച്ചത്. മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തേക്കാൾ ആനന്ദദായകമായ മറ്റൊരാഘോഷമേ ഇല്ല. മറ്റു ദിവസമേ ഇല്ല എന്നല്ല, മറ്റൊരാഘോഷമേ ഇല്ല. അപ്പൊ എന്താഘോഷമുണ്ടെങ്കിലും ഏതാഘോഷമുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഏറ്റവും ആനന്ദദായകമായ ആഘോഷം ഇതാകുന്നു. ഏത്? ഇല്ലാത്തൊരാഘോഷം. അതിപ്പോ നിങ്ങളെന്നെ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു ഞങ്ങൾ പറഞ്ഞിട്ടില്ല, സഹാബിമാർ ചെയ്തു ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പറയാനൊട്ട് കഴിയുകയുമില്ല. ഇനിയും വായിച്ചു, ഒന്നും കൂടി വായിച്ചല്ല. ഏതായാലും ഇങ്ങോട്ട് ഇരിക്കും, കേൾക്കണല്ലോ. SYS മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ഇറക്കി. നമ്മുടെ വീടിനുള്ളിൽ റബീഉൽ അവ്വൽ കടന്നു വന്നാൽ നാം പ്രത്യേകം സ്വീകരിക്കേണ്ടിയിരിക്കുന്ന രീതികളുണ്ട്. നമ്മുടെ വീടിനുള്ളിൽ റബീഉൽ അവ്വൽ കടന്നു വന്നാൽ നാം പ്രത്യേകം സ്വീകരിക്കേണ്ടിയിരിക്കുന്ന രീതികളുണ്ട്. ഒന്ന്, കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു റബീഉൽ അവ്വൽ 1 മുതൽ ഇശാ മഗ്‌രിബിനിടയിൽ അല്പസമയം മൗലീദ് പാരായണം നടത്തുക. റബീഉൽ അവ്വൽ കടന്നു വന്നാൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നതാണ്. 2, ചെറിയൊരു മധുരപലഹാരവും നൽകുക. എല്ലാവരും ഒന്നിച്ചിരുന്ന് മൗലിദ് പാരായണം നടത്തി പ്രാർത്ഥിക്കുക. മക്കൾക്ക് നബിയെ കുറിച്ച് അറിയാനും ആദരവ് തോന്നുവാനും ഇത് കാരണമാകും. വീട്ടിൽ ബറക്കത്തും ഐശ്വര്യവും കൂടാൻ ഇത് മതി. വീട്ടിൽ ബർക്കത്തും ഐശ്വര്യവും കൂടാൻ ഇത് മതി. പക്ഷെ എന്ന് ചെയ്യണം? റബീഉൽ അവ്വൽ കടന്നു വന്നാൽ പ്രത്യേകമായി ചെയ്യണം എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നബി ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്തു ഞങ്ങൾ പറയുന്നില്ല, സഹാബികൾ ചെയ്തു എന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ പിന്നെ ഇന്ന് ഹമീദ് ഫൈസി പറഞ്ഞ 4 ആയത്ത് നബി പ്രാവർത്തിയാക്കിയിട്ടില്ല എന്നാണോ? അല്ലാഹുവിന്റെ റസൂല് ഈ ആയത്തുകൾ ജീവിതത്തിൽ പാലിച്ചില്ല എന്നാണോ നബി ദിനം നാം അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് 4 ആയത്തുകൾ കൊടുത്തത്? അതേപോലെ സമാനമായ എത്ര ആയത്ത് മൂലയന്മാർ ഈ മാസം ദുർവ്യാഖ്യാനിച്ച് പറയുന്നു. അപ്പൊ ഈ ആയത്തോ ഹദീസൊക്കെ ഉണ്ടായിട്ട് നബി അത് ചെയ്തില്ല, സഹാബിമാർ ചെയ്തില്ല, താബിഈങ്ങൾ ചെയ്തില്ല. പിന്നെ മുദഫർ രാജാവ് എന്ന് പറയുന്ന ഹിജ്റ 630 മരിച്ച, ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ മരിച്ച മുദഫർ രാജാവ് എന്ന് പറയുന്ന രാജാവ് മൂപ്പരാണ് ആദ്യമായിട്ട് ഈ ആയത്തൊക്കെ പ്രാവർത്തിയാക്കിയതല്ലേ. അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ താബിഈകളോ താബിഈകളോ മദ്ഹബിലെ ഇമാമികളോ അവരാരും ഈ ആഘോഷത്തെപ്പറ്റി ദിവസത്തെപ്പറ്റി ഈ നിലയ്ക്കുള്ള ഒരു പ്രയോഗം പോലും നടത്തിയില്ല. ഷാഫി മദ്ഹബ് എന്ന് പറയുന്നുണ്ടല്ലോ, ഷാഫി ഇമാമിന്റെ ഏതെങ്കിലും കിതാബിൽ വേണ്ട, അബൂ ഹനീഫ ഇമാമിന്റെ കിതാബിൽ, മാലിക് ഇമാമിന്റെ കിതാബിൽ, അഹ്മദ് ഹംബലിന്റെ കിതാബിൽ, വേണ്ട ഹിജ്റ 300 മുമ്പ് ജീവിച്ച ഏതെങ്കിലും പണ്ഡിതന്റെ കിതാബിൽ, ഹിജ്റ 400 മുമ്പ് ആയിക്കോട്ടെ, 100 എക്സ്ട്രാ തരാം, ഹിജ്റ 400 മുമ്പ് ലോകത്ത് ജീവിച്ചു പോയ ആയിരക്കണക്കായ പണ്ഡിതന്മാർ അവരെഴുതിയ 10,000-കണക്കായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വരി ഇമാം ഷാഫിയുടെ കിതാബിൽ, ഇമാം അബൂ ഹനീഫയുടെ കിതാബിൽ, ഇമാം മാലിക്കിന്റെ കിതാബിൽ, ഇമാം അഹ്മദിന്റെ കിതാബിൽ, ഇമാം ബുഖാരിയുടെ കിതാബിൽ, ഇമാം മുസ്ലിമിന്റെ കിതാബിൽ തുടങ്ങി
ഹിജ്റ 400 വരെ ജീവിച്ച 10,000-കണക്കായ ആലിമീങ്ങളുടെ ധാരാളം ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഒരു പരാമർശം ഇല്ല, കാണൂല. അപ്പൊ അന്നൊന്നുമില്ല, പിന്നെന്തായി? പിന്നെങ്ങനെ അതിനായത്ത് തെളിവാകാം? പിന്നെങ്ങനെ അത് ഹദീസ് തെളിവാകാം? അപ്പൊ അതാണ് ഞങ്ങൾ പറഞ്ഞത്. സവിശേഷ കൽപ്പിക്കുന്നുണ്ട്. ആഘോഷത്തിനും സവിശേഷത ഉണ്ട്, ദിവസത്തിനും സവിശേഷത ഉണ്ട്, മാസത്തിനും സവിശേഷത ഉണ്ട്. അന്ന് പത്രി ചുട്ടാല് വരെ അതും കൂടി വളരെ പുണ്യമായി കാണുന്നു എന്നാണല്ലോ എഴുതി വെച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങളൊക്കെ പാടെ കൂടിയിട്ട് സവിശേഷ കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് മുളഫർ രാജാവ് നിശ്ചയിച്ചതോട് കൂടി തന്നെ സവിശേഷമായി കഴിഞ്ഞു. അത് ദീനിൽ പുതിയത് ഉണ്ടാക്കായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അന്ന് അബൂ അംറുൽ ഫാക്കിഹാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇത് ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കലാണ്. ഫാക്കിഹാനി റഹിമഹുല്ലാഹ് പറഞ്ഞതാ, ഇത് ദീനിൽ പുതിയതായി കൂട്ടിച്ചേർക്കലാണ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ആ മൗലിദ് എന്ന ആ ആഘോഷം ജായിസാണെന്ന് പോലും പറയാൻ അനുവാദമില്ല. മുബാഹാണ്, ജായിസാണ് എന്ന് പറയാൻ പോലും അനുവാദമില്ല. എന്തുകൊണ്ട്? അത് മതത്തിൽ പുതിയതായി കൂട്ടിച്ചേർക്കലാകുന്നു എന്നാ പഠിപ്പിച്ചത്. അദ്ദേഹം പറയാം ഇത് ഒന്നുകിൽ നിർബന്ധമാണെന്ന് പറയണം, അത് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ സുന്നത്താണെന്ന് പറയണം, അതും പറയാൻ കഴിയില്ല. ഇനി അതുമല്ലെങ്കിൽ അനുവദനീയമാണ്, ജായിസാണ് എന്ന് പറയണം, അതും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ജായിസാണെന്ന് പറയണമെങ്കിൽ ഇത് ദീനിൽ തെളിവുണ്ടാകണമല്ലോ, ദീനിന് അനുവാദം നൽകണമല്ലോ. പക്ഷേ അതും പറയാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം പറയാം, വലൈസ ബിവാജിബിൻ, ഇത് വാജിബല്ല, ഇജ്മാഅൻ, അതിൽ ഇജ്മാ ഉണ്ട്. വലാ മൻദൂബൻ, മൻദൂബുമല്ല, ലഅന്ന ഹഖീഖത്തൽ മൻദൂബി മാ തലബഹു ശർഉ മിൻ ഗൈരി മിൻ അലാ തർക്കിഹി, ശർഅ് പ്രോത്സാഹിപ്പിച്ചതിനാണല്ലോ സുന്നത്ത് എന്ന് പറയുക. വഹാദാ ലം യദൻ ഫീഹി ശർഉ, ഇത് മതം അനുവാദം നൽകാത്തതാണ്. വലാ ഫഅലഹു സഹാബ, സഹാബിമാർ ചെയ്യാത്തതാണ്. വല താബിഊന, താബിഈകളും ചെയ്യാത്തതാണ്. അത് നിങ്ങൾക്കും തർക്കമില്ല. നിങ്ങളിപ്പോ പറഞ്ഞു നബി ചെയ്തിട്ടില്ല, സഹാബിമാർ ചെയ്തിട്ടില്ല, താബിഈകളും ചെയ്തിട്ടില്ല. വല താബിഊന മുതദയ്യിനൂന ഫീമാ അലിംതു, ഞാൻ അറിഞ്ഞിടത്തോളം ദീനു പ്രകാരം ജീവിച്ച സഹാബിമാരോ താബിഈകളോ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതും പറയാൻ നിവൃത്തിയില്ല. വലാ ജായിസുൻ അൻ യകൂന മുബാഹ, ഇനി അനുവദനീയമാണ് എന്നും പറയൽ അനുവദനീയമല്ല. എന്തുകൊണ്ട്? ദീനിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കൽ ലൈസ മുബാഹ, അനുവദനീയമല്ല. ബിഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഏകോപിത അഭിപ്രായ പ്രകാരം മതത്തിൽ പുത്തനാചാരം ഉണ്ടാക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് നബിദിനാഘോഷം അനുവദനീയമെന്നും പറയാവതല്ല. ഇനി ഫലം യബ്ഖ, ബാക്കിയില്ല, ഇല്ലാ അയകുന മക്റൂഹൻ ഔ ഹറാമാ, ഒന്ന് ഇത് കറാഹത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഹറാം എന്ന് പറയാം, അല്ലാത്ത ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറഞ്ഞു, വഹാദാ ജവാബി ബൈനയദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു, നാളെ അള്ളാന്റെ കോടതിയിൽ ഇതേപ്പറ്റി ചോദിക്കപ്പെട്ടാൽ അവിടെയും എനിക്കുള്ള മറുപടി ഇത് തന്നെയാകുന്നു എന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു. അത് ഗണ്ണിക്കുമെന്ന് ചിലരൊക്കെ പറഞ്ഞെങ്കിലും ഗണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്.